കേരളത്തിലെ പലരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ. വി.ഡി. സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വെടിച്ചില് മറുപടി പറയുന്നത് കേൾക്കാൻ. ചിലർക്കതൊരു സീരിയൽ കാണുന്നത് പോലെയാണ്, മറ്റു ചിലർക്ക് ത്രില്ലർ സിനിമ കാണുന്നത് പോലെയും. വാർത്താപ്രേമികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്താണിന്ന് സതീശൻ പറയാൻ പോകുന്നത് എന്നറിയാൻ വലിയ ആകാംക്ഷയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ CPM-കാരാണെന്ന് പറയുന്നവരുമുണ്ട്. അവരുടെ സൈബർ ക്യാപ്സ്യൂളിന് ഇക്കുറി വല്ല പച്ചപ്പും പിടിച്ചോ എന്നറിയണമെങ്കിൽ പത്രസമ്മേളനം കഴിഞ്ഞാൽ മതി. പതിവ് പോലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു. മാധ്യമങ്ങൾക്ക് വിലക്കൊന്നുമില്ല, ആർക്കും എന്തും ചോദിക്കാം. പതിവ് പോലെ തന്നെ ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചും വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ ചോദിച്ചും മുഖ്യമന്ത്രിയെ വട്ടം കുറക്കാൻ നോക്കിയതും കൈരളി ദേശാഭിമാനി പക്ഷത്തുള്ള മാധ്യമപ്രവർത്തകരാണെന്നാണ് വിമർശനം. ഇക്കുറി വി.ഡി. സതീശനെ ഉത്തരം മുട്ടിക്കാൻ പ്രധാനമായും അവർ കൊണ്ടുവന്ന വിഷയം എന്തായിരുന്നു? മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള 2 പേർ MDMA കേസിൽ പിടിയിലായെന്ന ആരോപണം. അവർ കരുതിയത് എന്തായിരിക്കും? മുഖ്യമന്ത്രി ബന്ധമില്ലെന്ന് പറയും, അപ്പോൾ ഉടനെ തെളിവുകൾ എടുത്ത് മറുപടി കൊടുക്കാം, അങ്ങനെ മുഖ്യമന്ത്രിയെ ഉത്തരം മുട്ടിക്കാം. പക്ഷേ അവിടെ കാര്യങ്ങൾ ഒന്ന് മാറി. വി.ഡി. സതീശൻ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള തൻ്റെ പരിചയം അങ്ങ് സമ്മതിച്ചു. അത് സമ്മതിക്കില്ലെന്ന് കരുതി കാത്തിരുന്നവർക്ക് സംഭവം പെട്ടെന്ന് കൈവിട്ടുപോയി. വി.ഡി. സതീശൻ പറഞ്ഞത് ഇതാണ്: എനിക്ക് അവരെ നല്ല പരിചയമുണ്ട്. ആ പരിചയം തുടങ്ങിയത് എപ്പോഴാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവകേരള സദസ്സിനിടെ പിണറായി വിജയന്റെ പോലീസിൽ നിന്ന് ഇവർക്ക് മർദ്ദനമേറ്റപ്പോഴാണ് താൻ അവരെ പരിചയപ്പെടുന്നത്. അന്ന് താൻ അവരെ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷവും പലതവണ അവർ തന്നെ വന്ന് കണ്ടിട്ടുണ്ടെന്നും സതീശൻ അങ്ങ് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം മുട്ടിക്കാമെന്ന് കരുതി ചോദിച്ച ചോദ്യം തന്നെ ഒടുവിൽ തിരിച്ചടിയായോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. പത്രസമ്മേളനം എന്നത് ചിലപ്പോൾ അങ്ങനെയാണ്. ചോദ്യം ചോദിക്കുന്നത് ഒരാളായിരിക്കും, പക്ഷേ ഉത്തരം വരുമ്പോൾ കഥ തന്നെ മാറിപ്പോകും. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അത് സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു 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 താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ആർക്കും അത് അറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യവുമില്ലാതെ നവകേരള സദസ്സിനെ വീണ്ടും ചർച്ചയാക്കി എന്നതല്ലാതെ ഈ ചോദ്യം കൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഗുണം കിട്ടിയെന്ന് ചോദിച്ചാൽ അതാണ് കുഴപ്പം. നവകേരള സദസ്സിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലാണ് പരിചയമെന്ന വാക്കിൽ പിടിച്ചാണ് പിന്നെ അവർ ചാടിയിറങ്ങിയത്. അതിനു മുമ്പ് തന്നെ വി.ഡി. സതീശന് ഇവരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള പുതിയ വിവാദം ഇറക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ സതീശൻ പറഞ്ഞത് എന്താണ്? ഞാൻ ആദ്യമായി ടെലിഫോണിൽ സംസാരിക്കുന്നത് നവകേരള സദസ്സിൽ അവർ ആക്രമിക്കപ്പെട്ട സമയത്താണ് എന്നതാണ്. അല്ലാതെ അതിനു മുമ്പ് ഇവരെ കണ്ടിട്ടില്ല, പരിചയമില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യം വളരെ സിമ്പിളാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വി.ഡി. സതീശന് പരിചയമുണ്ട്. അതിലെന്താണ് ഇത്ര വലിയ അത്ഭുതം? അവർ പിന്നീട് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായാൽ അതിൻ്റെ ഉത്തരവാദിത്തം വി.ഡി. സതീശൻ്റെ തലയിൽ വരുമോ? നമുക്കൊക്കെ ഒരുപാട് പേരെ പരിചയമുണ്ടാകും. നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണോ? അതാണ് സതീശനും ചോദിച്ചതും. പിന്നെ അടുത്ത ആരോപണം എന്തായിരുന്നു? ഇവർ വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരാണ്. അത് ആരാണ് ഇവരുടെ തലയിൽ കിരീടം പോലെ വെച്ചു കൊടുത്തത്? ഇവിടുത്തെ ആരോപണ നിർമ്മാതാക്കളായ സഖാക്കൾ തന്നെ. പക്ഷേ അതിനൊരു തെളിവെവിടെ? തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല. അവസാനം പിണറായി വിജയൻ തന്നെ പറഞ്ഞ കാര്യത്തിൽ തിരുത്തൽ വരുത്തിയതോടെ ആ വലിയ ബോംബും കാറ്റുപോയി. പിന്നെ അടുത്തത് എന്തായിരുന്നു? മെറ്റ. സതീശനെ വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം മെറ്റ നീക്കം ചെയ്തത് സതീശൻ്റെ മാധ്യമ ഭയം കൊണ്ടാണെന്ന തരത്തിലുള്ള മറ്റൊരു ക്യാപ്സ്യൂൾ. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ നന്നായി കറങ്ങി.
പക്ഷേ അവിടെയും സതീശൻ വെറുതെ ഇരുന്നില്ല. അതിനും കുലുക്കിക്കൊള്ളുന്ന മറുപടി തന്നെയാണ് സതീശൻ കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ക്യാപ്സ്യൂളും എടുത്ത് പൊട്ടിക്കാമെന്ന് കരുതി വന്നപ്പോൾ ഒടുവിൽ ക്യാപ്സ്യൂളുകൾ തന്നെ തിരിച്ച് കയ്യിൽ പൊട്ടിയ അവസ്ഥയായോ എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ച. എന്ന് പറയണം ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇവർ ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണത് പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ ബോർഡുണ്ട് 3 ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? മെറ്റ ചെയ്യുമോ? ചെയ്താൽ അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. പോലീസ് അല്ലല്ല കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കില്ലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ച് അതിൻ്റെ അത് ഒന്നുമില്ല. ജൂണി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു റീഇൻസ്റ്റേറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്നതാണ്. കട്ടളപ്പടി അടിച്ചു മാറ്റി, സ്വർണ്ണ അടിച്ചു മാറ്റി അയ്യപ്പൻ്റെ, ഇപ്പോൾ അയ്യപ്പൻ്റെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. എന്താ നടന്നിരുന്നത്? അതിനെല്ലാം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു, എല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാ. എത്രാമത്തെ LDF ഭരണകാലത്ത് എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ജയിലിൽ കിടക്കണത്? അമ്പലം വിഴുങ്ങികളായിരുന്നില്ല ഇവർ. ശബരിമലയിലെ ഏറ്റവും പുണ്യപുരാതനമായ ശബരിമല ക്ഷേത്രത്തിൽ കളവ് നടത്തിയിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ജയിലിൽ കിടക്കണത്? സ്വർണ്ണ അടിച്ചു മാറ്റി, കട്ടള അടിച്ചു മാറ്റി, ദ്വാരപാലക ചിലപ്പോൾ അടിച്ചു മാറ്റി, അവസാനം നെയ്യ് കൂടി അടിച്ചു മാറ്റി. ഇനി എന്തെല്ലാം വരായിരിക്കണം? എന്തായിരുന്നു അവിടെ നടന്നത്? LDF ഭരണകാലത്ത് എന്തായിരുന്നു അവിടെ നടന്നത്?